അയേൺ ഡോം എന്നത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടാറുള്ള ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കിരാതമായ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. മുൻകാലങ്ങളിൽ അയേൺ ഡോമിന്റെ വിജയങ്ങളെക്കുറിച്ചായിരുന്നു ലോകം ചർച്ച ചെയ്തിരുന്നത്. എങ്കിൽ ഇപ്പോൾ അയേൺ ഡോമിന്റെ പരാജയത്തെക്കുറിച്ചാണ് ലോകം ചർച്ച ചെയ്യുന്നത് എന്നു മാത്രം. ഈ പശ്ചാത്തലത്തിൽ അയേൺ ഡോം എന്താണെന്നും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് നോക്കാം. ശത്രുരാജ്യങ്ങൾ അയക്കുന്ന റോക്കറ്റുകൾ, മോർട്ടാറുകൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ലാ വിമാനങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തിനുള്ളിൽ പതിക്കാതെ തകർത്തുകളയാൻ ശേഷിയുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് അയേൺ ഡോം. റഷ്യയുടെ S-400, അമേരിക്കയുടെ പാട്രിയോട്ടിക് സംവിധാനവുമൊക്കെയാണ് ഈ ശ്രേണിയിൽ ഏറ്റവും മികച്ചതായി വിശേഷിപ്പിക്കപ്പെടാറുള്ളതെങ്കിലും ഹമാസ് ആക്രമണങ്ങൾ മൂലം എപ്പോഴും വാർത്തകളിൽ നിറയാറുള്ളത് ഇസ്രായേലിന്റെ അയേൺ ഡോമാണെന്ന് മാത്രം. 70 കിലോമീറ്റർ ചുറ്റളവിൽ ആകാശമാർഗമുള്ള ഏത് ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കഴിയും. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായാണ് ഈ സംവിധാനം നിലവിൽ വന്നത്. ഹ്രസ്വദൂര റോക്കറ്റുകൾ തകർക്കുന്നതിനായി അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേലി ഡിഫൻസ് ടെക്നോളജി കമ്പനിയായ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റമാണ് അയേൺ ഡോം രൂപകൽപ്പന ചെയ്തത്. 2010 ആരംഭിച്ച പ്രൊജക്ട് 2011-12 കാലയളവിൽ പ്രവർത്തനക്ഷമമായി. ഒരു റഡാർ സംവിധാനവും BMC എന്നറിയപ്പെടുന്ന ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റവും മിസൈൽ ലോഞ്ചർ സംവിധാനവും അടങ്ങുന്നതാണ് അയേൺ ഡോം. എന്നുവെച്ചാൽ ശത്രുരാജ്യത്തുനിന്ന് വരുന്ന ഒരു റോക്കറ്റിനെ റഡാർ സംവിധാനം കണ്ടെത്തുകയും അതിന്റെ സഞ്ചാരപാത മനസ്സിലാക്കി ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് മുന്നറിയിപ്പ് നൽകുകയും അവിടെ നിന്ന് മിസൈൽ ലോഞ്ചർ സിസ്റ്റത്തിന് സിഗ്നൽ നൽകുകയും ആവശ്യം പോലെ 1-2 മിസൈലുകൾ ലോഞ്ചിംഗ് സിസ്റ്റത്തിൽ നിന്നും അയച്ച് ശത്രുവിന്റെ റോക്കറ്റിനെ തകർക്കുകയും ചെയ്യുന്നതാണ് രീതി. ശത്രുക്കളുടെ എല്ലാ റോക്കറ്റുകളെയും അയേൺ ഡോം പ്രതിരോധിക്കാറില്ല. സഞ്ചാരപാത കൃത്യമായി മനസ്സിലാക്കി ജനവാസമുള്ള മേഖലകളിലേക്കും നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന റോക്കറ്റുകളെയാണ് അയേൺ ഡോം തകർക്കുന്നത്. 4 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ള ലക്ഷ്യങ്ങളെയാണ് ഇത് തകർക്കുക. ഏതു പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അയേൺ ഡോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അയേൺ ഡോമിന്റെ ഒരു ലോഞ്ചറിൽ 20 മിസൈലുകളാണ് ഉണ്ടാവുക. ഇങ്ങനെ 20 മിസൈലുകളുള്ള 3 മുതൽ 4 ലോഞ്ചറുകൾ വരെയാണ് ഒരു ബാറ്ററിയിൽ ഉണ്ടാവുക. ഒരു ബാറ്ററിയിൽ 60 മുതൽ 80 വരെ മിസൈലുകൾ ഉണ്ടായിരിക്കും. ഇതുപോലുള്ള 10ഓളം മിസൈലുകളാണ് നിലവിൽ മിസൈൽ പ്രതിരോധത്തിനായി ഇസ്രായേൽ അതിർത്തികളിൽ വിന്യസിച്ചിട്ടുള്ളത്. അയേൺ ഡോമിൽ ഉപയോഗിക്കുന്ന ഒരു തമിർ മിസൈലിന്റെ വില 60,000 മുതൽ 49,96,000 അമേരിക്കൻ ഡോളറാണെന്നാണ് കണക്കാക്കുന്നത്. അയേൺ ഡോമിന്റെ ഒരു യൂണിറ്റ് നിർമ്മിക്കുവാൻ 100 ദശലക്ഷം അമേരിക്കൻ ഡോളർ ചെലവ് വരുമെന്നും കണക്കാക്കുന്നു. അതായത് ഇന്ത്യൻ രൂപയിൽ പറയുമ്പോൾ 800 കോടിയിലധികമാണ് ഇതിന്റെ ചിലവ്. ഇപ്രകാരം നോക്കുമ്പോൾ 10 യൂണിറ്റിനുള്ള ഇസ്രായേലിന്റെ ചെലവ് 8,000 കോടി രൂപയാണ്. ശത്രുക്കളുടെ മിസൈലുകൾ പ്രതിരോധിക്കുന്നതിൽ 90 മുതൽ 97% വരെ കൃത്യതയാണ് അയേൺ ഡോമിനുള്ളത്. ഇസ്രായേലിന്റെ അയേൺ ഡോമിന് പണം മുടക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയേൺ ഡോമിനു വേണ്ടി മാത്രം ഇതുവരെ അമേരിക്ക മുടക്കിയിട്ടുള്ളത് $3 മില്യൺ എന്നാണ് റിപ്പോർട്ടുകൾ. ഇതുകൂടാതെ കഴിഞ്ഞ 3 വർഷങ്ങളിൽ അമേരിക്ക മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ മാറ്റിവെച്ച സൈനിക സാമ്പത്തിക സഹായത്തിന്റെ പകുതിയോളം നൽകിയിട്ടുള്ളത് ഇസ്രായേലിന് മാത്രമായിട്ടാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനു നേരെ പ്രയോഗിക്കുന്ന റോക്കറ്റുകൾ ക്വാസം റോക്കറ്റുകളാണ്. ഈ റോക്കറ്റുകളുടെ ചെലവ് $300 മുതൽ $800 വരെ മാത്രമാണ്. അതായത് 24,000 രൂപ മുതൽ 65,000 രൂപ വരെ. ഇത്രയും ചെലവ് കുറഞ്ഞ ഹമാസ് തീവ്രവാദികളുടെ ഒരു റോക്കറ്റിനെ തകർക്കാൻ ഇസ്രായേൽ ചിലവാക്കുന്ന തുക 1 കോടിക്ക് മുകളിലാണ്. എന്നുവെച്ചാൽ ഒരു ക്വാസം റോക്കറ്റിനെ തകർക്കാൻ ഇസ്രായേൽ അയക്കുന്നത് 2 തമിർ മിസൈലുകളാണ്. ഇതിൽ നിന്നു തന്നെ ഹമാസും ഹിസ്ബുള്ളയും അടങ്ങുന്ന തീവ്രവാദ സംഘടനകൾ എത്ര വലിയ ധനച്ചിലവും തലവേദനയുമാണ് ഇസ്രായേലിന് സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഈ ഭാരിച്ച ചിലവുകൾ കുറയ്ക്കുന്നതിനായാണ് ഇസ്രായേൽ അയേൺ ബീം എന്ന സംവിധാനം കണ്ടുപിടിച്ചത്. എന്നുവെച്ചാൽ ലേസർ രശ്മികൾ ഉപയോഗിച്ച് 7 കിലോമീറ്റർ ചുറ്റളവിലുള്ള ശത്രു സൈന്യങ്ങളുടെ റോക്കറ്റുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും അടക്കമുള്ളവയെ നശിപ്പിക്കാൻ കഴിയുന്ന സിസ്റ്റം. ലോകം മുഴുവൻ നിലവിൽ ലേസർ രശ്മികൾ ഉപയോഗിച്ചുള്ള ആയുധങ്ങളുടെ പണിപ്പുരയിലാണ് എന്നുള്ളതാണ് വാസ്തവം. ഇതിനിടയിലാണ് തങ്ങൾ ഈ പരീക്ഷണത്തിൽ വിജയിച്ചതായി ഇസ്രായേൽ വെളിപ്പെടുത്തിയത്. അയേൺ ബീം പ്രതിരോധത്തിനായി ഇസ്രായേൽ സേന ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇത് എത്രത്തോളം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പ്രത്യേകിച്ചും ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ.